ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ, ETF-കളിൽ, സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നൊരു പേരാണ് ലാർജ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്. എല്ലാവർക്കും അറിയാം. നിഫ്റ്റി 50 എന്ന് പറയുന്ന ആദ്യത്തെ 50 കമ്പനികളും നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്ന അടുത്ത 50 കമ്പനികളും ചേർന്നിട്ടുള്ള ആദ്യത്തെ 100 കമ്പനീസിനെയാണ് നമ്മൾ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ആദ്യത്തെ 100 കമ്പനീസ് കഴിഞ്ഞിട്ട് വരുന്ന 150 കമ്പനികൾ, സോ ആദ്യത്തെ 100 ലാർജ് ക്യാപ്പ്, പിന്നെ വരുന്ന 50 കമ്പനികൾ മിഡ് ക്യാപ്പ് എന്ന് പറയുന്നു. അങ്ങനെ ആദ്യത്തെ 250 കമ്പനികൾ കഴിഞ്ഞിട്ട് അവസാനം എന്ന് പറഞ്ഞാൽ 500-നും 251 മുതൽ 500 വരെ വരുന്ന കമ്പനികളെയാണ് സ്മാൾ ക്യാപ്പ് എന്ന് പറയുന്നത്. സോ ഇപ്പോഴത്തെ ഈ കറണ്ട് മാർക്കറ്റ് സിനാരിയോയിൽ നമുക്ക് നല്ല റിട്ടേൺ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ സ്മാൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഈ പറഞ്ഞ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? ലാർജ് ക്യാപ്പിൽ ഞാൻ ഈ വീഡിയോയിൽ രണ്ടായിട്ടാണ് പറയുന്നത്. നിഫ്റ്റി 50, നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്നു. അപ്പോൾ നിഫ്റ്റി 50, നിഫ്റ്റി നെക്സ്റ്റ് 50 ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വരുന്നത് സ്മാൾ ക്യാപ്പ്. സോ ഇതിൽ നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പറയും ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ചെയ്യണം. എല്ലാ മാർക്കറ്റ് ക്യാപ്പുകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയും. അത് 100% കറക്റ്റാണ്. കാരണം ഓരോ കാലഘട്ടത്തിലും ഓരോ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ മാർക്കറ്റ് ക്യാപ്പിൻ്റെ പെർഫോമൻസ് നല്ലതാവും. സോ ഈ സമയത്ത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 8, 2025. ഈ സമയത്ത് നമുക്ക് ഏത് മാർക്കറ്റ് ക്യാപ്പിലാണ് നമുക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നത്, ഏത് മാർക്കറ്റ് ക്യാപ്പിലാണ് നമുക്ക് കുറവ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സ്മാൾ ക്യാപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് ലാർജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നിഫ്റ്റി സ്മാൾ ക്യാപ്പ് 250 ഇൻഡെക്സ്, അതിൽ വരുന്നത് 251 മുതൽ 500 വരെ വരുന്ന കമ്പനികൾ. ഇപ്പോൾ ഇതിൻ്റെ PE റേഷ്യോ എന്ന് പറയും. P എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ. ഒരു സാധനത്തിൻ്റെ വാല്യൂ ഫെയർലി വാല്യൂഡ് ആണോ, അത് ഓവർ വാല്യൂഡ് ആണോ, അണ്ടർ വാല്യൂഡ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ വെച്ചിട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്മാൾ ക്യാപ്പിൻ്റെ ഈ മീഡിയം PE എന്ന് പറയുന്നത് 24.6 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ സ്മാൾ ക്യാപ്പിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 34.3 ആണ്. അങ്ങനെ പറഞ്ഞാൽ 34.3 ട്രേഡിംഗ് ഇൻഡസ്ട്രി PE ഉള്ള അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ PE ഇപ്പോൾ നിൽക്കുന്നത് 34.3ലാണ്. പക്ഷേ അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 3 ഇയർ മീഡിയം PE എന്ന് പറയുന്നത് 24.6 ആണ്. അപ്പോൾ 24.6നേക്കാളും വളരെ അധികമാണ് സ്മാൾ ക്യാപ്പിൻ്റെ PE ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ സ്മാൾ ക്യാപ്പ് ഈസ് ഓവർ വാല്യൂഡ്. സ്മാൾ ക്യാപ്പ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈം അല്ല. നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്യാമെന്നല്ലാതെ ഒരുപാട് നമ്മൾ സ്മാൾ ക്യാപ്പിനകത്തോട്ട് ഈ ഇപ്പോൾ ഇന്നിരിക്കുന്ന ഈ മാർക്കറ്റ് സിനാരിയോയിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് SIPs എല്ലാം തന്നെ സ്മാൾ ക്യാപ്പിലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ഷോട്ട് ചെയ്യുന്നത് ബെസ്റ്റായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ട്രേഡിങ് അറ്റ് ഹയർ വാല്യുവേഷൻ. ഈ ഹയർ വാല്യുവേഷൻ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ സ്മാൾ ക്യാപ്പ് ഇപ്പോൾ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിൽക്കുന്ന ടൈമല്ല എന്നർത്ഥം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി മിഡ് 150 എന്ന് പറഞ്ഞാൽ 101 to 250 വരുന്ന കമ്പനീസ്. അപ്പോൾ അതിൻ്റെ ഒരു 3 ഇയർ ഡാറ്റ നമുക്ക് നോക്കാം. ഞാൻ PE റേഷ്യോയിലോട്ട് പോകുന്നു. ഇതിൻ്റെ മീഡിയം PE എന്ന് പറയുന്നത് 26.5 ആണ്. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 43.5 ആണ്. അപ്പോൾ സ്മാൾ ക്യാപ്പ് നിൽക്കുന്നത് 34ലാണ്, പക്ഷേ മിഡ് ക്യാപ്പ് നിൽക്കുന്നത് 43.5ലാണ്. സോ മിഡ് ക്യാപ്പിൻ്റെ വാല്യൂ ഈസ് സോ മച്ച് ഹയർ വാല്യൂഡ്. സോ മിഡ് ക്യാപ്പ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഫേവറബിൾ കണ്ടീഷൻസ് ടു ഡു ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയമല്ല ഇപ്പോൾ ശരിക്കും മിഡ് ക്യാപ്പിൽ. ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ലാർജ് ക്യാപ്പിൽ SIP ഉണ്ട്, സ്മാൾ ക്യാപ്പിൽ SIP ഉണ്ട്, മിഡ് ക്യാപ്പിൽ SIP ഉണ്ട്, എല്ലാത്തിലും SIP ഉണ്ടെങ്കിലും SIP എല്ലാം സ്റ്റോപ്പ് ചെയ്യണം എന്നല്ല പറയുന്നത്. സ്മാൾ ക്യാപ്പും മിഡ് ക്യാപ്പും
ഓവർ വാല്യൂ സെഗ്മെൻറ്റിലാണ്. ചിലപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ സ്മാൾ ക്യാപ്പിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, മിഡ് ക്യാപ്പിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, ലാർജ് ക്യാപ്പിലോട്ട് കുറവായിരിക്കും. കാരണം എന്താ, നോർമൽ കേസിൽ ലാർജ് ക്യാപ്പിൽ റിട്ടേൺ കുറവാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് റിട്ടേൺ അതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചിട്ട് മറ്റ് സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടും. പക്ഷേ ഈ ഒരു ടൈമിൽ ഒരല്പം സ്മാൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് കുറക്കുന്നത് നല്ലതാണ്. ബിക്കോസ് വാല്യുവേഷൻ ഈസ് ഹയർ. എന്നിട്ട് ലാർജ് ക്യാപ്പിൽ കുറച്ചധികം അവിടെ കുറച്ചത് ലാർജ് ക്യാപ്പിൽ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ലാർജ് ക്യാപ്പിൽ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിഫ്റ്റി 50 എടുക്കാൻ പറ്റും അല്ലേ. നിഫ്റ്റി എന്ന് അടിച്ചാൽ എന്താണ്, നിഫ്റ്റി 50. ലാർജ് ക്യാപ്പിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ റീസൺ, ഇതിൻ്റെ മീഡിയം പി, അതായത് നമ്മുടെ നിഫ്റ്റി 50 നമ്മുടെ ഇൻഡെക്സ്, ആ നിഫ്റ്റി 50യുടെ മീഡിയം പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 22.7 ആണ്. പക്ഷേ ഇപ്പോൾ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ എത്രയാണ്, നമ്മളൊരു 1 ഇയർ അല്ല, 1 ഇയർ നോക്കിയാലും 3 ഇയർ നോക്കിയാലും അല്ല, 1 ഇയർ നോക്കിയാൽ 21.8, സ്ലൈറ്റ്ലി ലെസ്സറാണ്. അതായത് ഒരുപാട് താഴെയല്ല ഒരുപാട് മേലെയല്ല, ഓൾമോസ്റ്റ് ആ മീഡിയം പിയുടെ അടുത്താണ്. കാരണം മീഡിയം പി വരുന്നത് 22 ആണ്, ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 21.8 ആണ്. അതായത് ദിസ് ഈസ് എ ഫെയർലി വാല്യൂഡ് സെഗ്മെൻറ്റ്. ഇപ്പോഴും നിഫ്റ്റി അണ്ടർ വാല്യൂഡ് ആയിട്ടില്ല. അണ്ടർ വാല്യൂഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, സോ നൗ ഇറ്റ് ഈസ് സ്റ്റിൽ എ ഫെയർലി വാല്യൂഡ് സിറ്റുവേഷൻ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇത് കണ്ടോ, ഇവിടെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡെക്സ് പി 18.9 ആയിരുന്നു. പക്ഷേ ഈ സമയത്തെല്ലാം ഇത് 22 പോയിൻ്റാണ്. പക്ഷേ ആ പ്രീവിയസ് കേസിലോട്ട് നമ്മൾ പോയിട്ട് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് നോക്കുന്നു. സോ ഇറ്റ് ഈസ് ഫെയർലി വാല്യൂഡ് ആണ്. സോ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമാണ്. കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നോ ഡൗട്ട്. ഓക്കെ, ഇനി നമ്മൾ വരുന്ന അടുത്ത സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിഫ്റ്റി നെക്സ്റ്റ് 50. നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി നെക്സ്റ്റ് 50, ഇതാ നിഫ്റ്റി നെക്സ്റ്റ് 50. അതുകൊണ്ട് നോക്കാം. നിഫ്റ്റി നെക്സ്റ്റ് 50യുടെ 3 ഇയർ ഡാറ്റ വിത്ത് PE റേഷ്യോ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൻ്റെ മീഡിയം പി കിടക്കുന്നത് 24.7 ആണ്. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന എത്ര വാല്യൂവിലാണ്, 24.7ലാണ്. സോ വിച്ച് മീൻസ് നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി നെക്സ്റ്റ് 50 പേര് ഇവിടെ ഉണ്ട്, നിഫ്റ്റി നെക്സ്റ്റ് 50 ഈസ് ഓൾസോ ഫെയർലി വാല്യൂഡ് ആണ്. നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ടൈമാണെന്ന് അർത്ഥം. അത് നിഫ്റ്റി 50 വാങ്ങിക്കാം, നിഫ്റ്റി നെക്സ്റ്റ് 50 വാങ്ങിക്കാം. പക്ഷേ മിഡ് ക്യാപ്പും സ്മാൾ ക്യാപ്പും തീരെ വാങ്ങിക്കേണ്ട എന്നല്ല, അത് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കുറച്ചൊന്ന് കുറക്കുക. കാരണം വരും വർഷങ്ങളിൽ ഒരു 1 ഇയറെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ വലിയൊരു ബൂമിങ് അതിനകത്ത് ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് കുറവാണ് കമ്പാരിറ്റീവ് ടു ലാർജ് ക്യാപ്പ്. ബിക്കോസ് ഇറ്റ്സ് വാല്യുവേഷൻ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടാണ് നിൽക്കുന്നതെന്ന് അർത്ഥം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് മനസ്സിലായി നിഫ്റ്റി 50യിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ ഇൻവെസ്റ്റ് ചെയ്യണം. മിഡ് ക്യാപ്പും സ്മാൾ ക്യാപ്പും തൽക്കാലം ഈ വീഡിയോയിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, കാരണം അതിനകത്തോട്ട് നമ്മളിപ്പോൾ തൽക്കാലം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. ഇനി നമുക്ക് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. മ്യൂച്വൽ ഫണ്ടിലെ ലാർജ് ക്യാപ്പ് ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഏത് മ്യൂച്വൽ ഫണ്ട്, ഏത് ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടാണ് ഈ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് എന്നുള്ളത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാനത് പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ ഞാനത് വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ETF-കളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ETF-കളുണ്ട്. സോ നമുക്കിതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നിഫ്റ്റി 50യിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നിഫ്റ്റി 50യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ സെർച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇൻഡസ്ട്രി ഏത് സെഗ്മെൻറ്റിൽ വരുന്നു സെർച്ച് ചെയ്യാം. സോ നിഫ്റ്റി 50യിൽ വരുന്നതാണ് എനിക്ക് വേണ്ടത്. നിഫ്റ്റി 50യിൽ വരുന്ന എല്ലാ ETF-കളും എനിക്ക് വേണം. എക്സാക്ട്ലി, ഐ ഗോട്ട് ഓൾ ETF. അപ്പോൾ നിഫ്റ്റി 50യിൽ വരുന്ന ETF-കളാണ് ഈ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നിഫ്റ്റി 50യിൽ വരുന്ന ETF-കളിൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം കാണിക്കുന്നത്, ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം കാണിക്കുന്നതാണ് ഇത്. ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം കാണിക്കുന്നതാണ്. അതായത് നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡിംഗ് വോളിയം എന്ന് പറഞ്ഞാൽ വാങ്ങലും വിൽക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നതിൻ്റെ അളവ് അങ്ങനെ കൂടുമ്പോൾ നമുക്ക് വാങ്ങാനും വിൽക്കാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതാണ് ഈ ട്രേഡിംഗ് വോളിയം കൂടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് തന്നെ ശരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ ഒരു അനദർ 30 മിനിറ്റ്സ് വീഡിയോ അതിന് വേണ്ടി വരും.
സോ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ട്രേഡിംഗ് വോളിയം മോശമില്ലാത്ത ETF ഒന്ന് നമുക്ക് നിഫ്റ്റി ബീസ് പരിഗണിക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടി നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് BSL നിഫ്റ്റി സെറ്റ് 50 ഇത് രണ്ടും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷൻസാണ്. അപ്പോൾ ഇതിൽ നിഫ്റ്റി ബീസ് എന്തായാലും ഒരു പോർട്ട്ഫോളിയോയിൽ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ BSL സെറ്റ് നിഫ്റ്റി ETF ഇതെല്ലാം നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഓപ്ഷൻസാണ്. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്സിൻ്റെ ഈ ETF സിമ്പലാണ്. ഈ സിമ്പൽ പോയിട്ട് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പനിയുടെ പേര് എന്താണെന്നുള്ളത് കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ നിഫ്റ്റി ETF എന്നെടുക്കുന്നു. ഇത് ഞാൻ ഇവിടെ ഇത് ചാർട്ട് ലിങ്കിൻ്റെ സൈറ്റാണ്. ഇവിടെ പോയിട്ട് ജസ്റ്റ് നിഫ്റ്റി ETF എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് ICICI പ്രൊഡൻഷ്യൽസിൻ്റെ ഇതാണ്. നമുക്ക് അതിൻ്റെ ചാർട്ട് ലിങ്കാണ് കാണുന്നത്. അതിൻ്റെ 6 month ചാർട്ട് നോക്കാം. നിഫ്റ്റി ETF എന്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത് മനസ്സിലായില്ല. ഓക്കെ, ഞാൻ എന്തായാലും നിഫ്റ്റി ബീസ് ഒന്ന് നോക്കട്ടെ. നിഫ്റ്റി ബീസ് ഓക്കെ, പെർഫെക്റ്റ്. അതെന്താ നേരത്തെ അങ്ങനെ കാണിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നോക്കാം. ശരി, അപ്പം നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിലുള്ള നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി ബീസ്. ഇനി BSL നിഫ്റ്റി 50 എനിക്ക് തോന്നുന്നു ആദിത്യ ബിർളയുടേതാണെന്ന് തോന്നുന്നു അത്. ബട്ട് ലെറ്റ്സ് സെർച്ച്. കറക്റ്റ്, ആദിത്യ ബിർള സൺ ലൈഫിൻ്റെ ആണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. അതിൻ്റെ ചാർട്ടാണിത്. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ കൊണ്ടുപോയിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇതിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ETF പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ നിഫ്റ്റി ബീസ് കൺസിഡർ ചെയ്യാം. അതേപോലെ BSL കൺസിഡർ ചെയ്യാം. SBIയുടേതാണ് സെറ്റ് നിഫ്റ്റി എന്ന് പറയുന്നത്. പിന്നെ നിഫ്റ്റി ETF എന്ന് പറയുന്നത് ICICIയുടേതാണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഈ പറയുന്ന ഈ 4 വലിയ ഒരു മോശമില്ലാത്ത ഡീലിൽ എടുക്കാൻ പറ്റുന്ന നിഫ്റ്റി 50 ഈ ഇൻഡെക്സ് ETFകൾ നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ്. ഇനി അടുത്തത് നമുക്ക് നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കാം. നിഫ്റ്റി നെക്സ്റ്റ് 50 കറക്റ്റ്. നിഫ്റ്റി നെക്സ്റ്റ് 50ൽ 2 എണ്ണം. ഓക്കെ, നിഫ്റ്റി നെക്സ്റ്റ് 50ൽ മേജറായിട്ട് ഹൈ ട്രേഡിംഗ് വോളിയം കാണിക്കുന്ന ഒന്നോ അല്ലെങ്കിൽ 2 നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എനിക്ക് തോന്നുന്നു നിഫ്റ്റി നെക്സ്റ്റ് 50 ആയിട്ടുള്ള ജൂനിയർ ബീസ് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ അതേപോലെ നിഫ്റ്റി UTIയുടെ അതുണ്ട്. പിന്നെ നെക്സ്റ്റ് IETF അത് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസാണ്. ഇതെന്തുകൊണ്ട് അതിൻ്റെ സിമ്പിൾസ് ഇവിടെ കാണിക്കുന്നതെന്ന് മനസ്സിലായില്ല. നോക്കാം. അപ്പോൾ ഓക്കെ, ഇതാണ് നിഫ്റ്റി നെക്സ്റ്റ് 50ൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ETFകളുടെ ലിസ്റ്റ്. പക്ഷേ ഹയർ ട്രേഡിംഗ് വോളിയം ഇപ്പോൾ ഈ ലിസ്റ്റ് പ്രകാരം ഉള്ളത് നിഫ്റ്റി നെക്സ്റ്റ് 50 ജൂനിയർ ബീസാണ്. നെക്സ്റ്റ് 50 IETF നല്ലതാണ്. അപ്പോൾ അതിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസുകളാണുള്ളത്. ഇത് ഞാനൊരു കസ്റ്റമൈസ്ഡ് ഷീറ്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതൊന്ന് റീഫ്രഷ് ചെയ്തോട്ടെ. ഇതിൻ്റെ വാല്യൂസ് എന്തുകൊണ്ട് ഓക്കെ ഇപ്പോൾ ശരിയായല്ലോ. ഓക്കെ, അപ്പം അത് എന്താ അറിയില്ല, മേ ബി നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ആ വാല്യൂസ് അവിടെ ക്ലിയർ. അപ്പം നമുക്ക് നിഫ്റ്റി നെക്സ്റ്റ് 50 ഒന്നും കൂടി നോക്കാം. നിഫ്റ്റി നെക്സ്റ്റ് 50 കണ്ടാ. നിഫ്റ്റി നെക്സ്റ്റ് 50ൽ ഇപ്പോൾ അത് വാല്യൂ അപ്ഡേറ്റഡ് ആയി, നേരത്തെ അപ്ഡേറ്റ് ആയിട്ടില്ലായിരുന്നു. ശരി, ഓക്കെ. സോ നിഫ്റ്റി നെക്സ്റ്റ് 50ൽ വന്ന് ജൂനിയർ ബീസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിഫ്റ്റി IETF ഉണ്ട്. ഇതിൽ രണ്ടിലും അത്യാവശ്യം നല്ല ട്രേഡിംഗ് വോളിയം ഉള്ളതാണ്. ഫസ്റ്റത്തതും ഈ തേർഡ് വണ്ണും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ്. ഓക്കെ, ഇതേപോലെ ഇതൊരു കസ്റ്റമൈസ്ഡ് ഷീറ്റാണ്. ജസ്റ്റ് ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റോക്കും ETF മ്യൂച്വൽ ഫണ്ടുകളും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ ട്രാക്ക് ചെയ്യുന്നൊരു ഷീറ്റാണെന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ നമുക്കിതിൽ മിഡ് ക്യാപ്പ് കണ്ടുപിടിക്കാം. ഇപ്പം ഇതിലല്ല, ഇവിടെ ഈ കോളത്തിലാണ് സെർച്ച് ചെയ്യേണ്ടത്. മറ്റൊരു സെർച്ച് ചെയ്ത് നമുക്ക് സിമ്പിളല്ല കിട്ടുള്ളൂ, നമുക്ക് കാറ്റഗറി അല്ല കിട്ടുള്ളൂ. ഏത് കാറ്റഗറിയാണ് എനിക്ക് വേണ്ടതെന്നുള്ളത്. മിഡ് ക്യാപ്പ് റൈറ്റ്. മിഡ് ക്യാപ്പ് ഇത്രയും ETFകൾ നമുക്ക് മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. 150 ബേസ് ചെയ്തിട്ട് വരുന്ന ഇൻഡെക്സുകളാണ്. ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്നിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷേ ഇത്രയും കൂടുതൽ മിഡ് ക്യാപ്പിൽ ഫാൾ വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് ആ ഫാൾ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വാല്യൂഡ് സെഗ്മെൻറ്റിലാണ് കിടക്കുന്നത്. എന്തായാലും ഫർദർ ഫാൾസുകൾ കുറച്ച് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് മിഡ് ക്യാപ്പിൽ ഇപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയാനുള്ള കാരണം, സ്മാൾ ക്യാപ്പിനെ അപേക്ഷിച്ച്. ഇനി സ്മാൾ ക്യാപ്പ് സെഗ്മെൻറ്റ് നോക്കാം. സ്മാൾ ക്യാപ്പ് 250. സ്മാൾ ക്യാപ്പിൽ എനിക്ക് തോന്നുന്നു ഒരൊറ്റ
ഒരെണ്ണേ ഉള്ളൂ. ഇത് പിന്നെ മൊമെൻ്റാണ്. മൊമെൻറ്റം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇത് മൊമെൻറ്റം ബേസ്ഡ് ETF-കളാണ്. പക്ഷേ സ്മാൾ ക്യാപ്പിൽ വരുന്നത് HDFCയുടെ സ്മാൾ ക്യാപ്പ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻസാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്മാൾ ക്യാപ്പും മിഡ് ക്യാപ്പും കൂടുതൽ ചെയ്യേണ്ട. നിഫ്റ്റി 50യും നിഫ്റ്റി നെക്സ്റ്റ് 50 ആയിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള ബെസ്റ്റ്. ഇനി നിഫ്റ്റി 50 നിഫ്റ്റി നെക്സ്റ്റ് 50 എടുത്തു കഴിഞ്ഞാൽ ബ്രോഡർ ഇൻഡെക്സ് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ബ്രോഡർ ഇൻഡെക്സിൽ ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. ഇതിലിപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിഫ്റ്റി 50 ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ 52 വീക്സ് ഹൈയിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ സമയം വരെ മാർക്കറ്റ് ടൈം ക്ലോസ് ചെയ്തു. 8 ജനുവരിയിൽ മാർക്കറ്റ് ടൈം ക്ലോസ് ചെയ്തു. 9.64% ഡ്രോപ്പ്, അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റി നെക്സ്റ്റ് 50 കണ്ടോ 14.56 ആണ്. അപ്പോൾ നിഫ്റ്റി 50നേക്കാളും നിഫ്റ്റി നെക്സ്റ്റ് 50 ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് രണ്ടും ഇപ്പോൾ പരിഗണിക്കാൻ പറ്റുന്ന നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസാണ്. കയ്യിൽ അത്യാവശ്യത്തിന് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ് അല്ലാതെ ഒരു അടുത്ത 2 വർഷം 3 വർഷത്തിന് ആവശ്യമില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങിയിടാൻ പറ്റും. ഒരിക്കലും ബൾക്കായിട്ട് വാങ്ങരുത്. കാരണം ഫർദർ ഫാൾസ് വന്നാലും നമുക്ക് വാങ്ങിക്കാൻ നമ്മളെ കയ്യിൽ ക്യാഷ് വേണം. അപ്പോൾ ഇമോഷണൽ കൺട്രോൾ ഇറ്റ്സ് വെരി മച്ച് നീഡ്. ഓക്കെ, സോ മിഡ് ക്യാപ്പും സ്മാൾ ക്യാപ്പും ഇൻഡെക്സ് ഫാളോ ചെയ്തിട്ടുണ്ട്, മറ്റതുപോലെ ഫാളോ ചെയ്തിട്ടില്ല. പക്ഷേ അത് വിചാരിച്ചിട്ട് അത് പോയി വാങ്ങരുത്. ബിക്കോസ് ഇറ്റ് ഈസ് ഓവർ വാല്യൂഡ്. തീരെ വാങ്ങരുത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് രണ്ടും അതിനകത്തോട്ട് കൺസിഡർ ചെയ്തിട്ട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് എല്ലാവർക്കും നല്ല റിട്ടേൺ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. കൂടുതൽ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്കപ്പോൾ വ്യൂസ് കൂടുമ്പോഴും ലൈക്ക് കൂടുമ്പോഴേക്കും നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ അടുത്ത വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോൻ്റെ കണ്ടൻറ്റ്സ് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതും കൂടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.